എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ്. ഈ സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻട്രോക്ക് വേണ്ടിയിട്ട് വെറുതെ ചുമ്മാ നീട്ടി വലിച്ച് സമയമൊന്നും കളയുന്നില്ല. ഡയറക്റ്റായിട്ട് കഥയിലേക്ക് പോവുകയാണ്. 100,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരാണ് ഈ ലോകം ഭരിച്ചിരുന്നത്. അങ്ങനെ ഒരു നാൾ അവരൊരു വൈറസ് കണ്ടുപിടിച്ചു. അവരെ സ്മാർട്ടാക്കി മാറ്റാനുള്ള വൈറസ്. എന്നാൽ അത് അവർക്ക് തന്നെ ഒരു അപകടമായി മാറി. പക്ഷേ ആ വൈറസ് ഈ ലോകത്തിലെ എയ്പ്പുകളെ, അതായത് കുരങ്ങന്മാരെ സ്മാർട്ടാക്കി മാറ്റി. അവർക്ക് സംസാരിക്കാനുള്ള കഴിവ് ലഭിച്ചു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മനുഷ്യർക്ക് കിട്ടിയ പണി. സംസാരിക്കാനുള്ള കഴിവ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. അങ്ങനെ മനുഷ്യർ ഇല്ലാതാവാൻ തുടങ്ങി. എന്നാൽ ആ സമയത്താണ് സീസർ എന്ന എയ്പ്പ് ഉണ്ടായത്. എയ്പ്പുകളിൽ ആദ്യം സ്മാർട്ടായി മാറിയവൻ, മനുഷ്യരെയും എയ്പ്പുകളെയും ഒരുമിച്ച് നിർത്താൻ ശ്രമിച്ചവൻ, സ്വന്തം വർഗത്തിനു വേണ്ടി ജീവൻ കളഞ്ഞവൻ. അങ്ങനെ ആ സീസറിന്റെ ചിത കത്തിച്ചുകൊണ്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. ജനറേഷൻസ് കടന്നുപോയി. സീസർ എന്ന ലെജൻഡിനെ എല്ലാവരും മറന്നു. ലോകം ഇല്ലാതായി. പക്ഷെ എവിടെ നോക്കിയാലും പച്ചപ്പുണ്ട്. പാലങ്ങളില്ല, റോഡുകളില്ല, ബിൽഡിംഗ് ഇല്ല, അങ്ങനെ ഒന്നുമില്ല. വെറും എയ്പ്സ് മാത്രം. അങ്ങനെ 3 എയ്പ്പുകൾ ക്ലൈംബ് ചെയ്ത് പോകുന്നുണ്ട്. ഇവനാണ് നോഹ, നമ്മളുടെ നായകൻ. ഈ മുഖത്ത് കുറച്ച് കറുപ്പുള്ളവനാണ് അനായ. ഇവളാണ് സൂണ. ഈ സൂണയെ നോഹക്കൊരു നോട്ടുണ്ട്. അങ്ങനെ ഇവർ ക്ലൈംബ് ചെയ്ത് ഒരു പരുന്തിന്റെ കൂടിനടുത്ത് എത്തിയിട്ടുണ്ട്. അതിൽ 3 മുട്ടയുണ്ട്. ഇവരുടെ നിയമം അനുസരിച്ച് ഒരു കൂട്ടിൽ ഒരു മുട്ട ഉണ്ടായിരിക്കണം. ബാക്കി എത്രയാണോ അത് ഇവർക്ക് എടുക്കാം. സോ 2 മുട്ട, അത് ഒരെണ്ണം അനായക്കും ഒരെണ്ണം സൂണക്കും കൊടുക്കുന്നു. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇവരുടെ വില്ലേജിൽ ബോണ്ടിങ് ഡേ എന്ന് പറയുന്ന ഒരു ഡേ ഉണ്ട്. അതായത് ഇവരുടെ ഗ്രാമത്തിലെ ഓരോ കുരങ്ങന്മാർക്കും പെറ്റായിട്ട് ഓരോ പരുന്തിനെ വേണം. അതാണ് ഇവിടുത്തെ നിയമം. നാളെയാണ് ഈ ബോണ്ടിങ് ഡേ. സോ നോഹയ്ക്ക് എന്തായാലും ഒരു മുട്ട കിട്ടിയേ പറ്റുള്ളൂ. അതിനായി പിന്നെയും റിസ്ക് എടുത്ത് മുകളിലോട്ട് വലിഞ്ഞു കയറുന്നു. എന്നാൽ അവൻ താഴെ വീഴാണ്. പക്ഷെ ഒരു വിധത്തിൽ അവൻ പിടിച്ചു നിൽക്കുന്നു. അത് മാത്രമല്ല ഒരു മുട്ടയും അവൻ കൈക്കലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു നാട്ടിലോട്ട് മടങ്ങി. എന്നാൽ ഇവിടെ കുതിരകളാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. നോഹയുടെ ഒരു ബ്ലാങ്കറ്റും നഷ്ടമായിരിക്കുകയാണ്. പെട്ടെന്നാണ് ഇലകൾക്കിടയിൽ ഒരനക്കം. എന്തോ ഒന്ന് ഓടുന്നുണ്ട്. ഇവർ പിന്നാലെയും പോകുന്നു. ഈ ഓടുന്നത് എന്താണോ അതൊരു വാലിക്കപ്പുറത്തോട്ട് പോവുകയാണ്. ഇവരാണെങ്കിൽ പേടിച്ച് നിൽക്കുക. കാരണം ഇവരുടെ എൽഡേഴ്സ് ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. വാലിയുടെ അപ്പുറത്തോട്ട് ഒരിക്കലും പോകരുത്. അവിടെ എക്കോ എന്ന് പറയുന്ന ജീവജാലങ്ങളുണ്ട്. അവരപകടമാണ്. അങ്ങനെ നോഹയുടെ ബ്ലാങ്കറ്റ് അവിടെ കിടപ്പുണ്ട്. അവരതുമായി നാട്ടിലോട്ട് പോകുന്നു. അങ്ങനെ ഇവർ ഗ്രാമത്തിലെത്തി. നല്ല ഭംഗിയുള്ളൊരു ഗ്രാമം. കുറെ കുട്ടിക്കുരങ്ങുകളും പരുന്തുകളുമായിട്ട് നല്ല ഭംഗിയുള്ളൊരു നാട്. ഇവരാണ് നോഹയുടെ അമ്മ. അമ്മ പറയാണ്, നോഹ നിന്റെ അച്ഛനെ നിന്നെ ഒന്ന് കാണണം. അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി പോകുന്നു. അച്ഛനാണെങ്കിൽ ഒരു മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൂളിപ്പാട്ട് കൊണ്ടാണ് ഇവർ പരുന്തിനെ വിളിക്കാറ്. അങ്ങനെ അച്ഛൻ്റെ പരുന്തായ സൺ അവിടേക്ക് എത്തി. ഈ സണ്ണിനാണെങ്കിൽ നോഹയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെ അച്ഛനാണ് ഇവരുടെ എല്ലാം നേതാവ്. അത് മാത്രമല്ല മാസ്റ്റർ ഓഫ് ബേർഡ്സ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ്റെ ബ്ലാങ്കറ്റിൻ്റെ സ്മെൽ അച്ഛനെ ലഭിക്കുന്നത്. ഇത് എക്കോടെ സ്മെല്ലാണല്ലോ, ഇതെങ്ങനെയാണ് നിന്റെ കയ്യിൽ വന്നത്? ഈ സമയം നോഹ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഇത് കേട്ടേക്ക് അച്ഛൻ ഒരു കാര്യം തീരുമാനിച്ചു. വാലിയുടെ ഇപ്പുറത്തോട്ട് വന്ന എക്കോയെ പേടിപ്പെടുത്താൻ ഓട എന്ന് പറയുന്ന കരുത്തുള്ള കുരങ്ങനെ വിടാൻ. അങ്ങനെ ഓട പുറപ്പെട്ടു. അങ്ങനെ രാത്രിയായി. നോഹയാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഹട്ടിൽ നിന്നും ഒരു സൗണ്ട്. അവൻ അല്പം ഭയത്തോടെയാണെങ്കിലും അകത്തോട്ട് കയറുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു പെൺകുട്ടി ഇവനെ അങ്ങ് തട്ടി മാറ്റി ഓടുന്നത്. ഇവനാകെ ഞെട്ടിയിരിക്കേ. കാരണം ഈ മനുഷ്യ പെൺകുട്ടികളെയാണ് അല്ലെങ്കിൽ മനുഷ്യരെയാണ് ഇവർ എക്കോ എന്ന് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഈ പെൺകുട്ടി അവനെ തട്ടിമാറ്റിയ സമയത്ത് അവന്റെ കയ്യിലെ മുട്ട പൊട്ടിപ്പോവാണ്. സോ അവൻ കുടുങ്ങി. കാരണം നാളെയാണ് ബോണ്ടിങ് ഡേ. അതിനകത്ത് മുട്ട ഒപ്പിച്ചില്ലെങ്കിൽ അടുത്ത ബോണ്ടിങ് ഡേ വരുന്നത് വരെ അവൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നോഹ രണ്ടും കൽപ്പിച്ച് ഒരു മുട്ട കണ്ടെത്താനുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ അന്ന് രാത്രി അതിനുവേണ്ടി അവൻ യാത്ര തിരിച്ചു. കുറച്ച് ദൂരം പോയപ്പോഴാണ് എന്തോ ഒരു വെളിച്ചം അവൻ കാണുന്നത്. അതോടൊപ്പം ഒരു കുരങ്ങന്റെ അലർച്ചയും. അവൻ അവന്റെ കുതിരയെ അവിടെ നിർത്തി വെളിച്ചം കണ്ട സ്ഥലത്തോട്ട് പോകുന്നു. അവിടെയാണെങ്കിൽ കുറച്ച് കുരങ്ങന്മാർ ചത്ത് കിടപ്പുണ്ട്. എന്നാൽ അതൊന്നും ഇവന്റെ ഗ്രൂപ്പിൽ പെട്ടതല്ല, മറ്റേതോ ഗ്രൂപ്പാണ്. ഇവർക്ക് മാസ്ക് ഒക്കെ ഉണ്ട്. അങ്ങനെ ഈ സമയത്താണ് അവന്റെ മുന്നിലോട്ട് ഓട വരുന്നത്. അവൻക്കാണെങ്കിൽ നല്ല പരിക്കും പറ്റിയിട്ടുണ്ട്. അവൻ പറയാണ്, ഇവർ ഇനിയുമുണ്ട്. ഇതും പറഞ്ഞ് അവനങ്ങ് മരിച്ചു വീഴാണ്. ഇതിൽ നിന്നും നോഹക്ക് ഒരു കാര്യം വ്യക്തമായി. ഈ ചത്തുകിടക്കുന്ന ഗ്രൂപ്പിൽപ്പെട്ട എയ്പ്പുകളാണ് ഓടയെ ഉപദ്രവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഓട ഇവരെയെല്ലാം കൊന്നുകളഞ്ഞത്. അങ്ങനെ ഈ സമയത്താണ് ഓട പറഞ്ഞതുപോലെ ഈ ഗ്രൂപ്പിൽപ്പെട്ട കുറെ കുരങ്ങന്മാർ അവിടേക്ക് വരുന്നത്. നോഹ വേഗം ഒളിച്ചിരിക്കുന്നു. ഇവർ വരുന്നു. ഓടയുടെ കയ്യിലുള്ള നോഹയുടെ ബ്ലാങ്കറ്റ് സ്മെൽ ചെയ്യുന്നു. അത് സ്മെൽ ചെയ്ത പാട് ഈ ഗ്രൂപ്പിന് മനസ്സിലായി ഈ സ്മെൽ ഹ്യൂമൻസിന്റെ ആണെന്ന്. അങ്ങനെ ഇവരുടെ ഗ്രൂപ്പിലെ നേതാവ് പറയാണ്, എത്രയും വേഗം ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. പിന്നെ ഈ ചത്തവന്റെ ഗ്രൂപ്പ് ഇവിടെ അടുത്ത് തന്നെയായിരിക്കും ഉണ്ടാവുക. അവരെയും കണ്ടുപിടിക്കുക. ഈ സമയത്താണ് നോഹയുടെ കുതിര അവിടേക്ക് വരുന്നത്. അത് ഈ നേതാവിന് ഒരു ചാൻസ് ആയിട്ട് മാറുകയാണ്. ഇവരുടെ കയ്യിൽ ഷോക്ക് അടിപ്പിക്കുന്ന ഒരു മെഷീൻ ഉണ്ട്. അതുകൊണ്ട് കുതിരയുടെ പുറത്ത് ഷോക്ക് അടിപ്പിക്കുന്നു. കുതിരയാണെങ്കിൽ പേടിച്ച് ഗ്രാമത്തിലോട്ട് ഓടുക. ആ കുതിരയെ ഫോളോ ചെയ്തു പോവുകയാണ് ഇവരെല്ലാവരും. ഇത് കണ്ടേക്ക് നോഹ മറ്റൊരു വഴിയിലൂടെ വേഗം തന്നെ നാട്ടിലെത്തി. എന്നാൽ അവന്റെ ഗ്രാമം കത്തിയെരിയുന്നതാണ് അവൻ കണ്ടത്. അവൻ അകത്തോട്ട് ചെന്നു. ഈ വന്നവന്മാരെല്ലാവരും ചേർന്ന് ഇവിടെയുള്ള കുരങ്ങുകളെയെല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. നോഹക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് അവന്റെ അമ്മയെ കാണിക്കുന്നത്. നോഹ നീ വേഗം അച്ഛനെ രക്ഷിക്ക്. ഇത് കേട്ട നോഹ അതിനായി പുറപ്പെട്ടു. ഇവിടെ നേതാവും ഗ്രൂപ്പും ഈ വില്ലേജിനെ ഇല്ലാതാക്കുന്നു. എന്നിട്ട് അവർ ഉറക്കെ ഒരു കാര്യം വിളിച്ച് പറയുന്നുണ്ട്,
ഇതെല്ലാം സീസറിന് വേണ്ടി. എന്നിട്ട് സീസർ എന്ന പേര് വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സീസർ ഒരു ലെജൻഡാണ്, ഒരു ഹീറോ. ആ ഹീറോയുടെ പേരിൽ എന്തിനായിരിക്കും ഇവരിത് ചെയ്യുന്നുണ്ടാവുക? അങ്ങനെ ഈ സമയത്താണ് ഇവരുടെ നേതാവ് ഒരു കാര്യം പറയുന്നത്. നമ്മൾ പിടിച്ചു വെച്ച ഈ കുരങ്ങുകളെയെല്ലാം വേഗം പ്രോക്സിമസിന്റെ അടുത്തെത്തിക്കി. അതുപോലെ ആ മനുഷ്യനെ എനിക്ക് കിട്ടണം. സോ ഇവനല്ല ഇവരുടെ നേതാവ്, ഇവനക്ക് മുകളിൽ ഒരു രാജാവുണ്ട്, പ്രോക്സിമസ് എന്ന ക്രൂരനായ രാജാവ്. അങ്ങനെ അച്ഛൻ്റെ അടുത്തെത്തി നോഹ. അച്ഛനാണെങ്കിൽ അവിടെയുള്ള പരുന്തുകളെയെല്ലാം രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് വില്ലനെത്തി. എന്നിട്ട് അച്ഛനെ ഇല്ലാതാക്കുന്നു. ഒപ്പം നോഹയെ മുകളിൽ നിന്നും താഴോട്ടിടുന്നു. അങ്ങനെ രാവിലെയായി. നോഹക്ക് ബോധം വരുമ്പോൾ അവൻ്റെ ഗ്രാമം കാലി. ഒറ്റ കുരങ്ങന്മാരില്ല. ആകെയുള്ളത് വന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ഷോക്കടിപ്പിക്കുന്ന ആയുധവും അച്ഛൻ്റെ പെറ്റായ സണ്ണും പിന്നെ അച്ഛൻ്റെ ഡെഡ് ബോഡിയും. അങ്ങനെ നോഹ അവൻ്റെ അച്ഛനെ അടക്കി. എന്നിട്ട് അച്ഛന് മുന്നിൽ ഒരു സത്യം ചെയ്യുന്നു. അച്ഛാ, ഞാൻ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരും. ഇതും പറഞ്ഞ് അവനങ്ങ് പുറപ്പെട്ടു. കുരങ്ങുകളെ ട്രാക്ക് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ് അവൻ. അങ്ങനെ ആദ്യമായി അവൻ ആ വാലി കടന്നു. അവിടെ അവൻ കണ്ടത് പുതിയൊരു ലോകമാണ്, നശിച്ചു കിടക്കുന്ന വലിയൊരു സിറ്റി. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചു. അപ്പോഴാണ് അവൻ്റെ അമ്മയുടെ ബ്ലാങ്കറ്റ് അവന് ലഭിക്കുന്നത്. സോ അവൻ പോകുന്ന വഴി കറക്റ്റാണ്. അങ്ങനെ നോഹയുടെ അടുത്തോട്ട് സണ്ണ് വരുന്നു. സണ്ണിനെ ഇണക്കാൻ വേണ്ടി അച്ഛൻ പാടുന്നത് പോലെ തന്നെ ഒരു മൂളിപ്പാട്ട് പാടുന്നു. എന്നാൽ സണ്ണ് അവൻ ഉപദ്രവിച്ച് അവിടെ നിന്ന് അങ്ങ് പോവാൻ. കാരണം സണ്ണിന് ഒരിക്കലും നോഹയെ പറ്റില്ല. അങ്ങനെ രാത്രിയായി. ഇവൻ പോകുന്ന വഴിയിലൂടെയെല്ലാം ആ പെൺകുട്ടിയും ഇവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെയായി. ഇവൻ പുറപ്പെട്ടു. പെട്ടെന്നാണ് അവൻ നിൽക്കുന്ന സ്ഥലം പൊളിഞ്ഞ് താഴോട്ട് വീഴുന്നത്. താഴെയാണെങ്കിൽ ഒരു ചിത കത്തുന്നുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അതിലേക്ക് വീഴാതെ തൊട്ടപ്പുറത്തോട്ടാണ് വീഴുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന്റെ ഫ്രണ്ടിലോട്ട് ഒരു ഒറാങ്കുട്ടാൻ വരുന്നത്. എന്നാൽ ഇവനാണെങ്കിൽ ആകെ ഡൗട്ടിലാണ് വന്നിട്ടുള്ളത്. കാരണം നോഹയുടെ കയ്യിൽ മറ്റേ ഷോക്കടിപ്പിക്കുന്ന മെഷീൻ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വില്ലന്മാരുടെ ഗ്രൂപ്പിൽ പെട്ടവനാണോ ഇവനെന്ന് നല്ല ഡൗട്ടുണ്ട്. എന്നാൽ നോഹ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഈ സമയത്ത് ആ ഒറാങ്കുട്ടാൻ പറയാണ്, എൻ്റെ പേര് റാക്ക, നീ ആ ചിത കണ്ടോ? എനിക്ക് പ്രിയപ്പെട്ടവനാ കത്തി എരിയുന്നത്, അവനെ കൊന്നുകളഞ്ഞത് അവന്മാരാ. ഇതും പറഞ്ഞ് കുറച്ച് ബുക്കുകൾ കാണിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് നോഹ. കാരണം ആദ്യമായിട്ടാ അവനൊരു ബുക്ക് കാണുന്നത്. അങ്ങനെ റാക്ക പറയാണ്, ഇതിനകത്ത് കുറേ സിംബൽസ് ഉണ്ട്, അത് വെച്ചിട്ടാ നമ്മൾ വായിക്കുക. എന്നാൽ അത് ഇപ്പോഴത്തെ എയ്പ്സിന് മനസ്സിലാവില്ല. സീസറിന്റെ ടൈമിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. ഈ സിംബൽസ് എന്ന് പറയുന്നത് ABCD ഉണ്ടല്ലോ, അതാണ് ട്ടാ. അങ്ങനെ നോഹ ചോദിക്കുകയാണ്, ആരാണ് സീസർ? അയാളുടെ പേരാ ഗ്രാമത്തിൽ വന്നവരെല്ലാം പറഞ്ഞിരുന്നത്. സീസറാണ് ഈ ലോകത്തിലെ ആദ്യത്തെ എൽഡർ. അവനൊരു ലെജൻഡാണ്. എന്നാൽ ഇപ്പോഴത്തെ ജനറേഷന് അവനെ അറിയില്ല. എയ്പ്സ് ഒന്നു ചേർന്നാൽ ശക്തരാണെന്ന് അവൻ പഠിപ്പിച്ചു. ഒരു ഏപ്പ് മറ്റൊരു ഏപ്പിനെ കൊല്ലരുതെന്ന് അവൻ പഠിപ്പിച്ചു തന്നു. അവൻ പറഞ്ഞ വാക്കുകൾ ട്വിസ്റ്റ് ചെയ്ത് മറ്റൊരു രീതിയിൽ കണ്ട് എല്ലാവരെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്മാര്. പണ്ട് കാലങ്ങളിൽ മനുഷ്യരും എയ്പ്സും ഒരുമിച്ചായിരുന്നു. സീസറിനെ വളർത്തിയതും ഒരു മനുഷ്യൻ തന്നെ. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴാണ് അവിടെ മനുഷ്യരുടെ ഒരു പോസ്റ്റർ കാണുന്നത്. ഇത് കണ്ടേക്ക് നോഹ എക്കോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവരാണ് മനുഷ്യരെന്ന് പറഞ്ഞു കൊടുക്കുന്നു നമ്മളുടെ റാക്ക. ഈ സമയത്താണ് നോഹ കണ്ട പെൺകുട്ടിയെ പറ്റി റാക്കയോട് പറയുന്നത്. റാക്ക പറയാണ്, മനുഷ്യർ സീസറിന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അതുപോലെ തന്നെയാണ് എനിക്കും. അങ്ങനെ ഇതും പറഞ്ഞ് അവർ പുറത്തു കടക്കുന്നു. ഈ സമയത്താണ് ആ പെൺകുട്ടി നോഹയുടെ കുതിരയിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നോഹയെ കണ്ട പെൺകുട്ടി പേടിച്ചോടുന്നു. നോഹ ഇതാണ് ആ പെൺകുട്ടിയെന്നും ഞാൻ ഗ്രാമത്തിൽ നിന്നും ഇറങ്ങിയതു മുതൽ എന്നെ ഫോളോ ചെയ്യണമെന്നും റാക്കയോട് പറയുന്നു. അങ്ങനെ ഈ സമയത്ത് റാക്ക ഒരു തീരുമാനമെടുത്തു. മനുഷ്യരെ പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടി അവൻ നോഹയുടെ കൂടെ അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് സണ്ണാണെങ്കിലോ നോഹയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരുന്തുകളെക്കുറിച്ചും ബോണ്ടിങ് ഡേനെക്കുറിച്ചും റാക്കക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ രാത്രിയായി. ഇവർ ക്യാമ്പ് ചെയ്യാണ്. ആ സമയത്ത് ആ പെൺകുട്ടി അവിടേക്കും എത്തി. ഇതാണെങ്കിൽ നോഹക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവിടെ റാക്കയാണെങ്കിലോ ഈ പെൺകുട്ടിയുമായി ഫുഡൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല നോഹയുടെ അമ്മയുടെ ബ്ലാങ്കറ്റ് അങ്ങ് ഇട്ടുകൊടുക്കുന്നു. എന്നാൽ ഇതിനാണെങ്കിൽ നോഹ സമ്മതിക്കുന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ പെൺകുട്ടിയും ഒരു ജീവനാണല്ലോ. അവളിങ്ങനെ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രം ആ ബ്ലാങ്കറ്റ് അങ്ങ് ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ അന്ന് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം നോഹ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ കയറുന്നു. അതിനകത്താണെങ്കിൽ വലിയൊരു ടെലസ്കോപ്പ് ഉണ്ട്. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അതിലൂടെ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് അവനാണെങ്കിലോ ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അവൻ എന്തോ കാണുന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് ഇവിടെ പറയുന്നില്ല. ഇതേ സമയത്ത് തന്നെയാണ് അവിടേക്ക് ആ പെൺകുട്ടി വരുന്നതും. അവളും ഇതിലൂടെ നോക്കുന്നുണ്ട്. അങ്ങനെ രാവിലെയായി. നോഹ ടെലിസ്കോപ്പിനെ കുറിച്ചും അവൻ കണ്ട കാര്യത്തെക്കുറിച്ചും റാക്കയോട് പറയുന്നു. റാക്ക, ഞാൻ ഇന്നലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു. ആകാശത്ത് ലൈറ്റിനെ വിഴുങ്ങുന്ന ടണൽ. ഇത് കേട്ടേക്ക് റാക്ക പറയാണ്, ആകാശത്ത് ലൈറ്റിനെ വിഴുങ്ങുന്ന ടണൽ, നിനക്കൊല്ല ഭ്രാന്തുണ്ട് നോഹ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ആ പെൺകുട്ടി പിന്നെയും വരുന്നത്. പിന്നെ നമ്മളുടെ റാക്ക ഒന്നും നോക്കിയില്ല, അവളെ അങ്ങ് കൂടെ കൂട്ടുന്നു. അങ്ങനെ ഇവർ 3 പേരും പുറപ്പെട്ടു. ഇവർ കുറേ ദൂരം സഞ്ചരിച്ചു. അവിടെ അതാ സീബ്രാസ്. ഈ സീബ്രാസിനൊക്കെ കണ്ടിട്ട് ഇവരാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം ആദ്യമായിട്ടാണ് അവർ ഇത്തരം ജീവികളെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഈ സമയത്താണ് ഇവർ മറ്റൊരു കാഴ്ച കാണുന്നത്. സീബ്രകൾക്കിടയിൽ മനുഷ്യർ വെള്ളം കുടിക്കാൻ വരുന്നു. ആ മനുഷ്യരാണെങ്കിലോ ഈ പെൺകുട്ടിയെ പോലെ തന്നെ ഒന്നും മിണ്ടുന്നില്ല. കാരണം നമ്മൾക്കറിയാം ഈ വൈറസ് ബാധിച്ചവർ മിണ്ടാറില്ല. ഇതൊക്കെ കണ്ട് ഈ പെൺകുട്ടിയാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുകയാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഇവൾ മനുഷ്യരെ കാണുന്നത്. ഈ സമയത്ത് നോഹ പറയാണ്, റാക്ക, എനിക്ക് സമയമായി. എൻ്റെ വർഗത്തെ എനിക്ക് കണ്ടുപിടിക്കണം. ഈ മനുഷ്യനെ ഞാൻ എവിടെ എത്തിക്കണോ അവിടെ തന്നെ എത്തിച്ചിട്ടുണ്ട്. നീ വേണം ഇനി ഇവരെ റേസ് ചെയ്യാൻ. സീസറിന്റെ വാക്കുകൾ ഫോളോ ചെയ്യുക. ഇത് കേട്ടേക്ക് റാക്കയുടെ കഴുത്തിലുള്ള സീസറിന്റെ സിമ്പലുള്ള മാല നോഹക്ക് കൊടുക്കുന്നു. അങ്ങനെ നോഹ പുറപ്പെട്ടു. ഇത് കാണുമ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ വിഷമിച്ച് നിൽക്കുകയാണ്. കാരണം അവൾക്ക് നോഹയുടെ കൂടെയുള്ള യാത്രയായിരുന്നു ഇഷ്ടം. അങ്ങനെ ഈ സമയത്താണ് അവിടേക്ക് പ്രോക്സിമസിന്റെ എയ്പ്സ് വരുന്നത്. ഇവരെയെല്ലാം പിടിച്ചെടുക്കാൻ അവർ വരുന്നു. അവിടെയുള്ള മനുഷ്യരെയെല്ലാം പിടിച്ചോണ്ട് പോകുന്നു. അതിനിടയിൽ കുടുങ്ങി പോവുകയാണ് റാക്കയും പെൺകുട്ടിയും. അവളെ ഇവർ പലതവണ ട്രാപ്പിലാക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ പറ്റുന്നില്ല. ഇവിടെ ഇത്രയും മനുഷ്യരുണ്ടായിട്ടും ഈ കുരങ്ങുകളെല്ലാം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവളിലാണ്. അങ്ങനെ ഈ സമയത്താണ് നോഹ ഇതെല്ലാം കാണുന്നത്. പിന്നെ അവനൊന്നും നോക്കിയില്ല, അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു. പെൺകുട്ടിയാണെങ്കിൽ ഒരു പുല്ല് പിടിച്ച സ്ഥലത്ത് കയറി ഒളിക്കുന്നുണ്ട്. എന്നാൽ അവിടേക്ക് എയ്പ്സ് വരുന്നു, സെർച്ച് ചെയ്യുന്നു. ഇവളുടെ തൊട്ടടുത്ത് എത്താറായി. സോ അവളങ്ങ് എഴുന്നേറ്റ് നോഹ എന്നങ്ങ് ഉറക്കെ വിളിക്കേ. ഇത് കേട്ടപാട് നോഹയാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. കാരണം ഇത്രയും നേരം സംസാരിക്കാത്ത ഒരാളാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. ഇവൾക്ക് സംസാരശേഷി ഉണ്ട് എന്നുള്ളത് നോഹയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ നോഹ പോകുന്നു, ഒരു വിധത്തിൽ അവളെ രക്ഷിക്കുന്നു. എന്നാൽ പിന്നെയും ഇവന്മാർ വരുന്നുണ്ട്. ഈ സമയത്താണ് റാക്ക ഒരു വടി കൊണ്ട് പിടിക്കാൻ വരുന്നവനെ അങ്ങ് അടിച്ചിടുന്നത്. എന്നിട്ട് ഇവർ രക്ഷപ്പെടുന്നു. അതുമാത്രമല്ല ഇവരുടെ കുതിരകളെ ഇവർ പറഞ്ഞയക്കുന്നു. കാരണം കുറച്ചു നേരത്തേക്ക് ഇവർ കുതിരയുടെ പിന്നാലെ പൊക്കോളും. അങ്ങനെ ഈ പെൺകുട്ടി സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പേര് മെയ്. നിന്റെ ഗ്രൂപ്പിനെ എവിടേക്കാ കൊണ്ടുപോയെന്ന് എനിക്കറിയാം. അതൊരു മനുഷ്യവാസമുള്ള സ്ഥലമാണ്. എൻ്റെ യാത്ര അവിടേക്കാണ്. ഇവളുടെ സംസാരമൊക്കെ കേട്ട് ഇവന്മാരാണെങ്കിലോ വാ പൊളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നോഹ ചോദിക്കുകയാണ്, നീ എന്തിനാ ഇത്ര നേരം സത്യം മറച്ചു വെച്ചത്? എൻ്റെ അമ്മ പറഞ്ഞിട്ടാ ഞാൻ മിണ്ടാതിരുന്നത്, എൻ്റെ തന്നെ സേഫ്റ്റിക്ക് വേണ്ടി. പക്ഷെ ഇപ്പോൾ ഞാൻ ഒറ്റക്കാ. അങ്ങനെ ഈ സമയത്താണ് അവൾ തണുപ്പ് കൊണ്ട് വല്ലാതെ വിറച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടേക്ക് നോഹ അവൻ്റെ അമ്മയുടെ ബ്ലാങ്കറ്റ് അങ്ങ് കൈമാറുന്നു. ഇത്രയും നേരം അവളെ കാണുന്നതേ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ ആളാണ് ഇപ്പോൾ ബ്ലാങ്കറ്റൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ അവർ പുറപ്പെട്ടു. നടന്ന് ഒരു റിവറിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇനി പാലം കടന്ന് വേണം അപ്പുറത്തോട്ടെത്താൻ. എന്നാൽ അപ്പോഴേക്കും അവരുടെ മുന്നിലും പിന്നിലും പ്രോക്സിമസിന്റെ സൈന്യമെത്തി. അതുമാത്രമല്ല പാലത്തിനടിയിലും ഇവർ ഒളിച്ചിരുന്നു. അങ്ങനെ ഇവർ പുറത്തു വരുന്നു, ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്നാണ് ഇതിനിടയിൽ മെയ് വെള്ളത്തിലോട്ട് വീഴുന്നത്. എന്നാൽ എങ്ങനെയൊക്കെയോ ഒരു വലയുടെ മുകളിൽ പിടിച്ചു നിൽക്കുകയാണ് അവള്. ബാക്കിയുള്ള കുരങ്ങുകളെല്ലാം ചേർന്ന് നോഹയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മെയ്യിനെ രക്ഷിക്കാൻ റാക്ക വെള്ളത്തിലോട്ട് ഇറങ്ങി. എന്നിട്ടൊരു വിധത്തിൽ അവളെ സേഫാക്കി. എന്നാൽ ഈ സമയം പ്രോക്സിമസിന്റെ ആളുകൾ നോഹയെ കീഴടക്കി. അതുമാത്രമല്ല റാക്കയെ ഒഴുക്കുള്ള നദിയിലിട്ട് ഇല്ലാതാക്കുന്നു. ഇത് കണ്ടാകെ കയ്യിന്ന് പോയിട്ടിരിക്കുകയാണ് നോഹയും മെയ്യും. അങ്ങനെ അവർ ഈ കുരങ്ങുകൾ ജയിൽ പുള്ളികളെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഒരു കടൽ തീരത്തൂടെ. അവിടെ അതാ നശിച്ചു കിടക്കുന്ന ഒരു കപ്പൽ. അതായിരുന്നു പ്രോക്സിമസിന്റെ സാമ്രാജ്യം. അകത്താണിൽ ഇഷ്ടം പോലെ കുരങ്ങുകളാണ്. അവിടെ വെച്ച് ഇവരുടെ കയറ് കട്ട് ചെയ്യുന്നു. രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കുന്നു. അങ്ങനെ നോഹ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. ഇവരുടെ ഗ്രൂപ്പിലെ എയ്പ്പുകൾ ഉൾപ്പെടെ ഇഷ്ടംപോലെ എയ്പ്പുകളാണ് അവിടെയുള്ളത്. അവരെ കൊണ്ടൊക്കെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഒരൊറ്റ കാര്യത്തിന് മുകളിൽ വലിയൊരു വോൾട്ട്. അത് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എയ്പ്പുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് നോഹ. അങ്ങനെ അവിടെ വെച്ച് സൂണയെ കാണുന്നു. സൂണയെ കണ്ടപാടി നോഹ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. ഇതേ സമയം തന്നെ മെയ്യിനെ കാണിക്കുന്നുണ്ട്. മെയ്യിനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനകത്താണെങ്കിൽ കുറച്ച് എക്സ്പ്ലോസീവ്സും വെപ്പൺസും ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല ഇവളെപ്പോലെ തന്നെ സംസാരിക്കുന്ന ഒരു മനുഷ്യനും. ഞാൻ ട്രിവൈത്തൻ. പ്രോക്സിമസിന് ബുക്ക് വായിച്ചു കൊടുക്കുന്ന ജോലിയാണ് എൻ്റെ. ഇനി പറ നീ ആരാ? ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നോഹയെ കാണിക്കുന്നത്. അവൻ അവൻ്റെ അമ്മയെ കാണുന്നു. അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. ഇതേ സമയം തന്നെ അവിടെ വലിയൊരു കാഹളം മുഴങ്ങുന്നു. അതുമാത്രമല്ല മുഴുവൻ എയ്പ്പുകളും സീസർ എന്ന പേര് ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മുഴുവൻ എയ്പ്പുകളെ കാണാൻ അവിടേക്ക് പ്രോക്സിമസ് എന്ന ക്രൂരനായ രാജാവെത്തി. എന്നിട്ട് അവൻ ഒരു പ്രസംഗം നടത്തുന്നു. സീസർ പറഞ്ഞതുപോലെ എയ്പ്പുകൾ ഒരുമിച്ച് നിന്നാൽ സ്ട്രോങ് ആണ്. നമ്മളുടെ ഫസ്റ്റ് എൽഡറായിരുന്നു സീസർ. എന്നാൽ ഇപ്പോൾ പ്രോക്സിമസ് എന്ന ഞാനാണ് സീസർ. ഇന്നിവിടെ നമ്മൾ ആ വോൾട്ട് തുറക്കാൻ പോവാൻ. ഇതും പറഞ്ഞ് ഇവർ ആ വോൾട്ട് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നടക്കുന്നില്ല. അത് കത്തിച്ചിട്ട് പോലും അത് തുറക്കുന്നില്ല. കാരണം അത് അത്രയും സ്ട്രോങ് ആണ്. ഇത് കണ്ട പ്രോക്സിമസിന് ഭ്രാന്ത് പിടിച്ച് അവിടെ നിന്നും പോകുന്നു. കാരണം ഈ ഡോറ് തുറക്കാൻ വേണ്ടി മാസങ്ങളായിട്ട് ഇവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുവരെ പറ്റിയിട്ടില്ല. അങ്ങനെ ഈ സമയത്ത് മെയ് ട്രിവൈത്തനോട് പറയാണ്, നിങ്ങളിത് എന്ത് ഭാവിച്ചാ? അതിനകത്ത് എന്താ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാലോ. ഈ ലോകം നശിച്ച സമയത്ത് പാതി ഗവൺമെൻറ് അവരുടെ ടെക്നോളജിയും വെപ്പൺസുമായി പോയ സ്ഥലമാണ് ആ വോൾട്ട്. ആ ടെക്നോളജിയും വെപ്പൺസും ഈ എയ്പ്പുകളുടെ കയ്യിൽ കിട്ടിയാൽ ശരിയാവില്ല. കാരണം അത് നമ്മളുടേതാ. ഇവളുടെ ഈ ഡയലോഗിൽ നിന്നും നമ്മൾക്കൊരു കാര്യം വ്യക്തമാണ്.
ഇവൾ കേപ്പുകൾ എന്ന വർഗത്തോട് ഭയങ്കര വെറുപ്പാണ്. അങ്ങനെ ഈ സമയത്താണ് നോഹയെ പ്രോക്സിമസ് വിളിപ്പിക്കുന്നത്. അവൻ ചെന്ന് നോക്കുമ്പോൾ പ്രോക്സിമസിന് മുന്നിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രിവൈത്തനും മെയ്യും. അതുപോലെ ഫുഡ് സെർവ് ചെയ്യുന്നത് അനായയാണ്. അങ്ങനെ പ്രോക്സിമസ് പറയാണ്, നോഹ, നിനക്കൊരു കാര്യം അറിയോ? പണ്ട് മനുഷ്യർ പലതരം കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. അവർക്ക് മല നികത്താൻ കഴിയുമായിരുന്നു. കടലിനപ്പുറത്തോട്ട് താമസിക്കുന്നവരെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്തിന്? പറക്കാൻ സാധിക്കുമായിരുന്നു. ഇതൊക്കെ നമ്മൾക്കും വേണ്ടേ? അതിന് നമ്മൾ പഠിക്കണം. ആ അറിവെല്ലാം ഇരിക്കുന്നത് ആ വോൾട്ടിനകത്താണ്. ഇത് കേട്ടേക്ക് മെയ് പറയാണ്, നിനക്കതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. മെയ്, ഞാൻ നിന്റെ ആൾക്കാരെ കൊല്ലുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും കിട്ടിയ മാപ്പാണിത്. ഇത് നിന്റേതല്ലേ? നോഹ, ഇവൾ ആദ്യം മുതലേ നിന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾക്ക് ഈ വോൾട്ടിനകത്തുള്ളത് വേണം. ഇതൊക്കെ കേട്ട് നോഹയാണെങ്കിൽ ആ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം നമ്മളുടെ മെയ് നോഹയോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അതവൻക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, നോഹയെ അവൾ യൂസ് ചെയ്യായിരുന്നു. കാരണം അവൾക്ക് ഈ വോൾട്ടിനടുത്ത് എത്തണം. അങ്ങനെ പ്രോക്സിമസ് വന്ന് നോഹയോട് ചോദിക്കുകയാണ്, നോഹ, ആ വോൾട്ടിനകത്ത് എങ്ങനെയാ കയറുകയെന്ന് മെയ് പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്നാൽ ഇവിടെ നോഹക്ക് ഉത്തരമില്ല. കാരണം അവളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഈ സമയം പ്രോക്സിമസ് അവനെ മാറ്റി നിർത്തി പറയുകയാണ്, മനുഷ്യരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അവരാ വോൾട്ടിനകത്ത് കയറുന്നതിന് മുമ്പ് എനിക്ക് കയറണം. അതിനകത്തുള്ളതെല്ലാം എനിക്ക് സ്വന്തമാക്കണം. കാരണം ഇവരുടെ കയ്യിൽ കിട്ടിയാൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും കൂടുകളിൽ താമസിക്കേണ്ടി വരും. എത്രയും പെട്ടെന്ന് നമുക്ക് മനുഷ്യരെ ഇല്ലാതാക്കണം. ഇതൊക്കെ കേട്ട് നോഹയാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കേ. അങ്ങനെ അന്ന് വൈകുന്നേരം അവൻ ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവൻ്റെ അടുത്തോട്ട് സണ്ണ് വരുന്നത്. നീ എന്തിനാ ഇപ്പം എന്നെ കാണാൻ വന്നത്? എന്നെ ജഡ്ജ് ചെയ്യാനാവൂലേ? എന്ന ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ തോറ്റു. നമ്മളുടെ അച്ഛന് കൊടുത്ത പ്രോമിസ് എന്നെ കൊണ്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇവിടുത്തെ നിയമങ്ങൾ. ഈ സമയത്ത് സീസറിൻ്റെ സിമ്പിളുള്ള റാക്ക് കൊടുത്ത ലോക്കറ്റ് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇത് കണ്ടേക്ക് അവനൊരു കാര്യം പറയുന്നു, ഇവിടെയുള്ള നിയമം ഇതാണെങ്കിൽ അത് തെറ്റായ നിയമമാണ്. ശരിയായ നിയമം ഞാൻ കൊണ്ടുവരും. ഇത് കേട്ടേക്ക് ഇത്രയും നേരം പിന്നാലെ നടന്ന് ഭ്രാന്ത് പിടിപ്പിച്ച സൺ അവൻ്റെ പെറ്റായി മാറുകയാണ്. അതുമാത്രമല്ല, അവിടെ കടൽ കയറാതിരിക്കാൻ വേണ്ടി ഒരു ബൗണ്ടറി നിർമ്മിച്ചിട്ടുണ്ട്. അത് കണ്ടേക്ക് നോഹയ്ക്ക് ഒരു ബുദ്ധി തോന്നുന്നു. അങ്ങനെ അന്ന് രാത്രി അവൻ മെയ്യെ കാണാനെത്തി. നീ എന്നോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു നോഹ. എൻ്റെ ആളുകളെയെല്ലാം പ്രോക്സിമസിൻ്റെ സൈന്യം ഇല്ലാതാക്കി. ഒരു വിധത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. മതി, നിർത്ത്. കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം ഞാൻ. അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. എന്താണ് ആ വോൾട്ടിനകത്ത്? അതിനകത്തൊരു ബുക്ക് പോലെയാണ്. മനുഷ്യർക്കിപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. എന്നാൽ അകത്തുള്ളത് ഞാൻ പുറത്തു കൊണ്ടുവന്നാൽ അത് മനുഷ്യരെ സഹായിക്കും. നിനക്കകത്ത് കടക്കാനുള്ള വഴി അറിയോ? അറിയാം. ഇനി അവസാന ചോദ്യം, അതിനകത്തേക്ക് വെള്ളം കയറിയാൽ അത് നശിക്കുമോ? യെസ്. ഇത് കേട്ടേക്ക് നോഹ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. ആ വോൾട്ട് മൊത്തത്തിൽ നശിപ്പിക്കാനുള്ള പ്ലാൻ. ഇതിനു വേണ്ടിയിട്ട് നമ്മളുടെ മെയ്യും കൂട്ടു നിൽക്കുന്നുണ്ട്. മെയ്ക്ക് ആവശ്യം മനുഷ്യരെ സഹായിക്കുന്ന ഒരു ബുക്ക് മാത്രമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ വോൾട്ട് നശിപ്പിക്കാമെന്നാണ് മെയ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനകത്തെ വെപ്പൺസ് പുറത്തു വന്നാൽ അത് രണ്ടു കൂട്ടരുടെ കയ്യിൽ കിട്ടിയാലും അത് അപകടമാണ്. അങ്ങനെ പ്ലാൻ ഓണാക്കുന്നു. എന്നാൽ ഈ പ്ലാനിന് സൂണയുടെയും അനായുടെയും സഹായം വേണം. പക്ഷെ അനായയാണെങ്കിൽ ഇവിടെ പേടിച്ചിരിക്കുകയാണ്. അവൻ വരുന്നില്ല. അങ്ങനെ സൂണയും കൊണ്ട് മെയ്യുടെ അടുത്തെത്തി. മെയ്യാണെങ്കിൽ മുറിയിലുള്ള വെപ്പൺസ് കൊണ്ട് ബോംബുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ സമയത്താണ് അവിടേക്ക് അനായ വരുന്നത്. അവനും അങ്ങ് ജോയിൻ ചെയ്യുന്നു. ഇത് കാണുമ്പോൾ സൂണയും നോഹയും വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ഈ ബോംബുകളെല്ലാം ബൗണ്ടറിക്ക് അടുത്തായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഈ സമയത്താണ് അവിടേക്ക് ട്രിവൈത്തൻ വരുന്നത്. ട്രിവൈത്തനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവർ കുറെ നോക്കുന്നുണ്ട്. എന്നാൽ സാധിക്കുന്നില്ല. അവൻ ഇവരെ ഒറ്റിക്കൊടുക്കാൻ നിൽക്കുകയാണ്. സോ ഒരൊറ്റ വഴി മാത്രം, കൊല്ലുക. അങ്ങനെ അവനെ കൊല്ലുന്നു, വെള്ളത്തിലോട്ട് ഇടുന്നു. ശേഷം ഇവർ ഭയങ്കര റിസ്ക്കുള്ള വഴിയിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്നിട്ടൊരു മലയുടെ മുകളിലോട്ട് വലിഞ്ഞു കയറുന്നു. കയറുന്നതിൻ്റെ ഇടയിൽ വീഴാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഒരു വിധത്തിലാണ് ഇവർ പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ അവർ മുകളിലെത്തി. ആ വോൾട്ടിൻ്റെ വലിയൊരു ഫാൻ ഉണ്ട് അവിടെ. അതുവഴി ഇവരകത്ത് കയറുന്നു. ഏറ്റവും മുകളിലുള്ള നിലയാണിത്. ഇവർ ജസ്റ്റ് ഇവരുടെ കയ്യിലെ തീപ്പന്തം നിലത്തോട്ടൊന്ന് ഇടുന്നുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ വലുപ്പം അവരങ്ങ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർ മുന്നോട്ട് നീങ്ങി. ആദ്യം തന്നെ ഇവർ പോയിട്ട് പവർ ഓൺ ആക്കുന്നു. എന്നിട്ട് മെയ് നിങ്ങളിവിടെ നിൽക്കുക, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് സെർവർ റൂമിലോട്ട് പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ തോക്കുകളാണ്. അതെങ്ങാനും മെയ്പ്സിൻ്റെ കയ്യിൽ കിട്ടിയാൽ ആകെ പ്രശ്നമാവും. അങ്ങനെ ആ സെർവർ റൂമിൽ നിന്നും ഇവൾ ഒരു ഹാർഡ് ഡിസ്ക് പോലുള്ള എന്തോ ഒന്ന് എടുക്കുന്നുണ്ട്. ഒരു ചുവപ്പ് സാധനം. നോഹയും ടീംസ് ആണെങ്കിലോ ആ വോൾട്ടിനകത്തെ സ്കൂളിനകത്ത് കയറിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ബുക്സും. ഈ സമയം നോഹ ബുക്സിനെ കുറിച്ച് റാക്ക പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ മെയ് വരുന്നു. ഇവർ പുറത്തോട്ട് കിടക്കുന്നു. ഈ സമയം അവിടെ കുറേ ടാങ്കുകൾ കാണാനുണ്ട്. അതൊക്കെ എങ്ങാനും പുറത്ത് വന്നാൽ കാര്യങ്ങൾ മൊത്തം കയ്യിന്ന് പോകും. അങ്ങനെ വോൾട്ടിൻ്റെ ഡോറിനടുത്ത് എത്തിയിട്ടുണ്ട് ഇവർ. ഈ കതക് തുറന്നാലുടനെ ബോംബ് പൊട്ടിക്കാനാണ് ഇവരുടെ പ്ലാൻ. എന്നാൽ കതക് തുറക്കുമ്പോൾ ഇവർ കാണുന്നത് നോഹയുടെ അമ്മേനെയും പ്രോക്സിമസിനെയാണ്. അവൻ നോഹയുടെ ഗ്രൂപ്പിനെ മൊത്തം ഈ വോൾട്ടിനകത്ത് കയറ്റുന്നു. സോ ഇവർക്ക് ഇനി ബോംബ് പൊട്ടിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രോക്സിമസ് ചോദിക്കുകയാണ്, നോഹ, എൻ്റെ ഈ വോൾട്ടിനെ നിങ്ങൾ എന്ത് പണിയാണ് വെച്ചിരിക്കുന്നത്? നോഹ ഉത്തരം പറയുന്നില്ല. ഇതൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ച പ്രോക്സിമസ് സൂണയുടെ കഴുത്തിൽ കത്തിവെക്കുന്നു. എന്നിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നു. എന്നാൽ അവൻ പറയുന്നില്ല. പിന്നെ പ്രോക്സിമസ് ഒന്നും നോക്കിയില്ല. അവളുടെ കഴുത്തറക്കാൻ പറയേ.
എന്നാൽ ഈ സമയത്താണ് ഭയങ്കര വലിയൊരു വെടിശബ്ദം. തോക്കുകൾക്കിടയിൽ നിന്നും മെയ് ഒരു തോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തോക്ക് കൊണ്ട് സൂണയെ രക്ഷിച്ചു. ഇത് കണ്ട പ്രോക്സിമസ് വേഗം പിന്നിലോട്ട് മാറുന്നുണ്ട്. കാരണം ബുള്ളറ്റാണ്, നെഞ്ചത്തെങ്ങാനും കയറിക്കഴിഞ്ഞാൽ തീർന്ന്. അങ്ങനെ പ്രോക്സിമസ് ചോദിക്കുകയാണ്, മെയ് ഇതുപോലുള്ള സാധനങ്ങൾ അകത്തിരിപ്പുണ്ടോ? ഇത് കേട്ടേക്ക് മെയ് ഒരു കാര്യം തീരുമാനിച്ചു. ആര് ചത്താലും വേണ്ടില്ല, ഈ സ്ഥലം ഇല്ലാതാക്കണം. കാരണം തോക്കുകളാണ്, അതെങ്ങാനും പ്രോക്സിമസിന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ തീർന്ന്. അവൾ പോയിട്ട് ഈ ബോംബങ്ങ് പൊട്ടിക്കേ. ഇത്രയും എയ്പ്സ് അകത്തുണ്ട് എന്ന് പോലും നോക്കാതെ അതങ്ങ് പൊട്ടിക്കുന്നുണ്ട്. നോഹയാണെങ്കിലോ വേണ്ട വേണ്ടെന്ന് കുറെ പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ, അവൾ പൊട്ടിച്ചു. വെള്ളം കുതിച്ചകത്ത് കയറാൻ തുടങ്ങി. ഈ വോൾട്ട് മുഴുവൻ വെള്ളം കൊണ്ട് നിറയാണ്. നോഹ എല്ലാവരോടും മുകളിലോട്ട് കയറാൻ പറയുന്നു. പെട്ടെന്നാണ് നോഹയെ ഒരുത്തൻ താഴോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ വെള്ളത്തിൽ കിടന്ന് ഇവർ തമ്മിൽ ഫൈറ്റാണ്. അങ്ങനെ ഒരു വിധത്തിൽ അയാളെ പൈപ്പുകൾക്കിടയിൽ കുടുക്കിയിടുന്നു. എന്നിട്ട് അവൻ രക്ഷപ്പെടുന്നു. അങ്ങനെ നോഹ മുകളിലെത്തി. എന്നാൽ ഈ സമയത്താണ് അവിടേക്ക് പ്രോക്സിമസ് വരുന്നത്. എന്നിട്ട് അവൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ പേടിയാണ്, ആരും ഇടപെടുന്നില്ല. അവനെ അടിച്ച് അവശനാക്കുന്നു. എന്നിട്ട് പറയാണ്, ചാവുന്നതിന് മുമ്പ് എണീറ്റ് മുട്ടൂത്തടാ. എന്നാൽ നോഹ ഇവിടെ ഒരു മൂളിപ്പാട്ടാണ് പാടുന്നത്. ആ മൂളിപ്പാട്ട് എല്ലാവരും ഏറ്റുപാടുന്നു. പ്രോക്സിമസ് ആണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ആ പാട്ട് കേട്ട് അവിടേക്ക് സണ്ണ് വരുന്നത്. സണ്ണ് മാത്രമല്ല, വേറെ പരുന്നുകൾ വരുന്നുണ്ട്. എന്നിട്ട് ഈ പരുന്നുകളെല്ലാം ചേർന്ന് ഇവൻ അറ്റാക്ക് ചെയ്ത് താഴോട്ടിടുന്നു. അങ്ങനെ എല്ലാം സേഫായി. ഇവർ തിരിച്ച് ഗ്രാമത്തിലെത്തി. അവരുടെ വീടുകൾ അവർ ശരിയാക്കി. പിന്നീട് നോഹയായി അവരുടെ തലവൻ. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. ഈ സമയത്താണ് അവിടേക്ക് മെയ് വരുന്നത്. എന്നാൽ അവൾ വന്നിട്ടുള്ളത് നോഹയെ കൊല്ലാനാണ്. കാരണം മനുഷ്യരെന്നും സ്വാർത്ഥരാണ്. ഈ സമയം നോഹ ചോദിക്കുകയാണ്, സീസർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ? എയ്പ്സിനും മനുഷ്യർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയോ? ഇത് കേട്ടേക്ക് അവൾക്ക് എന്താ പറയണ്ടേന്നറിയില്ല. എന്നാൽ ആ സമയത്ത് നോഹയെ കൊല്ലാനുള്ള തീരുമാനം അവൾ വേണ്ടാന്ന് വെച്ചു. നോഹ അവളുടെ കയ്യിൽ സീസറിന്റെ സിമ്പൽ കൊടുത്തു. എന്നിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. അങ്ങനെ അവൾ പുറപ്പെട്ടു. അവൾ പോകുന്നത് ഒരു ബിൽഡിങ്ങിനടുത്തോട്ടാണ്. അവിടെ നിന്നും മാസ്ക് ഇട്ട് ഒരു ലേഡി പുറത്തോട്ട് വരുന്നുണ്ട്. അവൾക്ക് ആ വോൾട്ടിൽ നിന്നും എടുത്ത ആ ചുവപ്പ് സാധനം കൈമാറുന്നു. സോ ഈ ബിൽഡിങ്ങിലുള്ള മനുഷ്യരാണ് മെയ്യെ ഇതെടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. ഇത് മുഴുവൻ ഇവരുടെ പ്ലാൻ ആയിരുന്നു. അങ്ങനെ ഈ ചുവപ്പ് സാധനം കൊണ്ട് ഇവർ സ്പേസിലോട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. അവിടെയും മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നോഹ മറ്റേ ടെലസ്കോപ്പുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അന്ന് കണ്ട അതേ കാഴ്ച തന്നെയാണ് അവൻ ഇന്നും കാണുന്നത്. സോ അവൻ അന്ന് കണ്ടത് അല്ലെങ്കിൽ ഇന്ന് കണ്ടത് അതേ റോക്കറ്റ് തന്നെയായിരിക്കും, മനുഷ്യർ വസിക്കുന്ന റോക്കറ്റ്. അതെങ്ങാഞ്ഞ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കുന്നുള്ളത് കണ്ട് തന്നെ അറിയാം. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മളുടെ സിനിമ എൻഡ് ചെയ്യുന്നത്. വരാൻ പോകുന്ന മനുഷ്യർ നല്ലവരാണോ ഇല്ലേ എന്നുള്ളത് അടുത്ത പാർട്ട് കണ്ടാൽ അറിയാം നമുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.